അപ്പോൾ ഇന്നൊരു ഹൂനോസ്ബി ബെറ്റർ ആണ് ഗൈസ്. അപ്പോൾ ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നെ ഇവർക്ക് എത്രത്തോളം അറിയാം. അപ്പോൾ അമ്മ വേഴ്സസ് ചിന്നു ആണ് ഗൈസ്. അപ്പം റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 24 ക്വസ്റ്റ്യൻസ് വരെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഉത്തരം അറിയാമെങ്കിൽ ആദ്യം ആരും അവരുടെ പേര് വിളിക്കുന്നു. അപ്പോൾ അമ്മ മാളു എന്ന് പറയണം, ചിന്നു എന്ന് പറയണം. അപ്പോൾ ആദ്യം ആരാണ് അവരുടെ പേര് വിളിക്കുന്നത് അവർക്ക് ആൻസർ പറയാം. അവർ ആൻസർ പറഞ്ഞിരിക്കുകയാണ് 5 സെക്കൻഡ്സിനുള്ളിൽ ആൻസർ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് ആൻസർ പറയാം ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ റൂൾസ് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർക്കും അറിയില്ല എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ രാവിലെ എഴുതി വെച്ചാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യനെ തുടങ്ങട്ടെ. മൈ ഗോ ടു കംഫർട്ട് ഡ്രിങ്ക്. എനിക്ക് എപ്പോഴും കുടിക്കാൻ ഇഷ്ടമുള്ള ഒരു ഡ്രിങ്ക്. കറക്റ്റ്. ഞാൻ പോയിന്റ്സ് ഒന്നും എഴുതി വെക്കാനൊക്കെ സാധനങ്ങളൊന്നും വെച്ചില്ല. ചിന്നിന് 1 പോയിന്റ്, അമ്മയ്ക്ക് 0 പോയിന്റ് കിട്ടി ഗൈസ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മൈ ഡ്രീം ഡെസ്റ്റിനേഷൻ. 3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. എനിക്ക് പോവാൻ ആഗ്രഹമുള്ള കാനഡ. അത് പറഞ്ഞാണ് ഗൈസ്. അമേരിക്ക അല്ല. അപ്പം അമ്മയ്ക്കാണോ ഗൈസ് കിട്ടിയത്? ആക്ച്വലി ഒരു ക്വസ്റ്റ്യൻ ആൻസർ എനിക്ക് ഇപ്പോഴും അറിയില്ല. ഇവരാരെങ്കിലും പറയുന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. മൈ തേർഡ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എനിക്കും അറിയില്ല. മൈ ബർത്ത് ടൈം. ജൂലൈ 18. അതല്ല, ടൈം ജൂലൈ 18 1:10. കറക്റ്റാണ് ഗൈസ്. എനിക്ക് ഒരു മണി സംതിങ് ആണ് എനിക്കറിയാം. അപ്പം അങ്ങനെ പറഞ്ഞാൽ 1:10 PM. കറക്റ്റാണ് ഗൈസ്. അമ്മയ്ക്ക് 2 പോയിന്റ് ആയിട്ട് ഗൈസ്. ചിന്നിന് ഇപ്പോഴും 0 ആണ്. മൈ ഫേവറേറ്റ് ഓത്തർ. 2 പേരുണ്ട് ഗൈസ്. കൈ പോക്കരുത്, പേരാ പറയണ്ടേ. സുധാമൂർത്തി. കറക്റ്റാണ് ഗൈസ്. എല്ലാവർക്കും എല്ലാം അറിയാലോ. ചിന്നു പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, മൈ ഫേവറേറ്റ് കാർട്ടൂൺ. ഇതിൽ 3 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം ഉണ്ട്. ജെറോണിമോ. കറക്റ്റ്. പണ്ട് എഴുതിയുടെ കാർട്ടൂൺ ഉണ്ട് ഗൈസ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിപ്പോൾ ബുക്കും ഉണ്ട് എൻ്റെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 3 എണ്ണം ഉണ്ടോ? അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ചാൻസ് ചെയ്യാം. കറക്റ്റാണ്. ഓക്കെ. മൈ ഫേവറേറ്റ് ടീച്ചർ. ആക്ച്വലി കുറെ പേരുണ്ട്. അതിൽ 2 പേരുടെ പേരെ ഞാൻ ഇതിൽ എഴുതിയിരുന്നത്. അപ്പൊ അത് ഇവരെന്നെ പറയാൻ സമയത്തുള്ള കറക്റ്റാണ് ഗൈസ്. ആക്ച്വലി എനിക്ക് കുറെ ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൽ ഞാൻ 2 പേരുടെ പേര് കിട്ടുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ ചിന്നുവിന് അറിയായിരിക്കും. അമ്മ ഓർത്ത് വെക്കാൻ സാധ്യതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ് ഇത്. മൈ സോഡിയാക് സൈൻ. ഞാൻ ചിന്നു ഓർക്കുന്നതാണ് ഞാൻ വിചാരിച്ചത് ഗൈസ്. കാരണം ഈ സാധനം ഇവിടെ സോഡിയാക് സൈൻ നോക്കുന്നത് ഞാൻ മാത്രമാണ്. അമ്മയും ചിന്നു ഒന്നും സോഡിയാക് സൈൻ നോക്കിയില്ല. ഞാനാണ് ഇവരുടെ സോഡിയാക് സൈൻ ഒക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് ചിന്നുവിനെ അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം ചിന്നു എത്തിച്ചു. ഓക്കെ. മൈ ഫേവറേറ്റ് ആക്ട്രസ്. ചിന്നു. മാധുരി. ഓക്കെ. മൈ ഫേവറേറ്റ് ആക്ടർ. ഷാരൂഖ് ഖാൻ. എനിക്കറിയാം ഒരു പറയുന്നതൊക്കെ അറിയാം. ഓക്കെ. മൈ ഫേവറേറ്റ് മൂവി. 2 ഒരെണ്ണം പറഞ്ഞു. ആരും മാളില്ല അതിങ്ങോട്ട്. കലങ്ക്. ദേവദാസ്. 2 പറഞ്ഞു. മൈ ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. സത്യം പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കില്ല. പക്ഷെ എനിക്ക് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ ഒരു ഫ്ലേവർ. സ്പാനിഷ് അല്ല. കൈ വെക്കണം, പേര് പറയണേ. ഇതെല്ലാം അങ്ങ് പറ. ഒരു ആൻസർ കൊണ്ട് 2 പേർക്കും. ചിന്നു. ചോക്ലേറ്റ്. അല്ല, ചിന്നയുടെ ചാൻസ് ഒക്കെ കഴിഞ്ഞേ. അമ്മ ക്വിറ്റ് ചെയ്തു ആ ഒരു ക്വസ്റ്റ്യന്. ബട്ടർ സ്കോച്ച്. എനിക്കതിലെന്തല്ലോ ബട്ടർ സ്കോച്ചിൽ എനിക്ക് ഈ തടി തന്നെ ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ബട്ടർ സ്കോച്ചാണ് ഫേവറേറ്റ്. കാരണം എനിക്ക് ഐസ്ക്രീം കഴിക്കാറില്ല. കാരണം എനിക്ക് ഐസ്ക്രീം ഇത് തൊണ്ടവേദന എടുക്കും. അപ്പോൾ ഞാൻ ഐസ്ക്രീം കഴിക്കുന്നില്ല. കഴിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഫേവറേറ്റ്
ബട്ടർ സ്കോച്ച് പക്ഷെ ഞാൻ എല്ലാം കഴിക്കാറുണ്ട്. നിങ്ങളെല്ലാം വിളിച്ച് നോക്കുന്നുണ്ട് ഗൈസ്. സിമ്പിൾ ഇങ്ങനെ പറഞ്ഞത് മൈ ഫേവറേറ്റ് സോങ്. ഇതിൽ കുറെ ഉണ്ട് പക്ഷേ എനിക്ക് ദേവദാസിന്റെ സോങ് ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി സോങ് കൂടെ ഉണ്ടായിരുന്നു അത് എന്താ പറയുന്നത് മൈ ഫേവറേറ്റ് സബ്ജക്ട്. ഇത് ആക്ച്വലി ഞാൻ ഒരു ഇത് പറയാം. ഈ നമ്മള് ഇപ്പൊ സോഷ്യലിന് മാത്രം പറഞ്ഞാൽ പോരാ, ഹിസ്റ്ററി അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയണം. സയൻസിലെ ബ്രാഞ്ച്, ഇപ്പൊ സയൻസിലൊരു ബ്രാഞ്ചാണ് എൻ്റെ ഫേവറേറ്റ് എങ്കിൽ അങ്ങനെ പറയണം, സോഷ്യലിലൊരു ബ്രാഞ്ചാണ് എൻ്റെ ഫേവറേറ്റ് എങ്കിൽ അങ്ങനെ പറയണം. അങ്ങനെ ഡിഫൈൻ ചെയ്ത് പറയണം. ബയോളജി കറക്റ്റ്. പറയാൻ വിചാരിച്ചില്ല, കാരണം അമ്മയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ വന്ന് ശീലമില്ല ഗൈസ്. അമ്മ ഇന്നും പറയണം ഞാൻ വരണം. ചിന്നിനും അതിനും വലിയ മടിയാണ് ഗൈസ്. ഓക്കെ, ദ വൺ ഇൻസെക്ട് ഐ എം സ്കെയർഡ് ഓഫ്. കുറെ ഉണ്ട് പക്ഷെ എനിക്ക് ഇതാണ് ഏറ്റവും പേടിയുള്ളത്. പല്ലി. എനിക്ക് പഴത്തിനെ പിന്നെ ഞാൻ ശ്രമിക്കും, പക്ഷെ പല്ലിനെ എനിക്കിഷ്ടമല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അങ്ങോട്ട് പോകും. ഹൗ മെനി ബെസ്റ്റ് ഫ്രണ്ട്സ് ഡു ഐ ഹാവ്? നമ്പർ മാത്രം പറഞ്ഞാൽ മതി, പേര് പറയണമെന്നില്ല. 2 അല്ല, ഐ മീൻ പുതിയ സ്കൂളിലല്ല, പഴയതും പുതിയതും എല്ലാമായിട്ടുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്പർ മാത്രമേ. 3 അല്ല, 5 കറക്റ്റ്. ഇവർക്കൊന്നും അറിയില്ല ഗൈസ്. എന്നാലേ പറയണ്ടോ എല്ലാത്തിനും ഒരാൾക്കെങ്കിലും. അയ്യോ സോറി, എല്ലാവർക്കും ഒരാൾക്കെങ്കിലും ഉത്തരം ഉണ്ട് എല്ലാവരും. ഓക്കെ, a recent song that I got added to my playlist. ഒരു റീസെന്റ് സോങ് ഞാൻ ഇത് പറഞ്ഞിട്ടോട്ടെ, അതാ നീ അത് പണ്ടേ എൻ്റെ ഫേവറേറ്റ് സോങ് ആണ്. ഇത് എനിക്ക് ഫേവറേറ്റ് സോങ് അല്ല, പക്ഷെ എനിക്ക് ഈ സോങ് ഇഷ്ടമാണ്. അപ്പൊ ഞാനത് ഇപ്പൊ ഈ ഇടയ്ക്ക് പാട്ടുകൾ വെച്ച് തുടങ്ങുമ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിൽ ഈ സോങ് എപ്പോഴും കയറി വരാറുണ്ട്. റീസെന്റ് ജനം ജനം ഞാൻ കേൾക്കാറുണ്ട്. അല്ല അത് പറയില്ലേ, ഈ ഞാൻ ക്ലൂ വരാം. മലയാളം, തമിഴ്, ഹിന്ദി, ഇതിന് മൂന്നിലുള്ള സോങ് ആണ്. ഈ റീസെന്റ് ആണ് ഞാൻ അത് എവിടെയോ ഒരു കേട് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി പറ്റും. ഞാൻ ഇടയ്ക്കിടെ പാട്ട് കേൾക്കാറുണ്ട്. ഓക്കെ, എന്നാലും ക്ലൂ തരാം. മലയാളം, തമിഴ്, ഹിന്ദി. തമിഴ്. ഈ റീസെന്റിലാണ് ആ സോങ് യൂട്യൂബിൽ എന്തോ റീല് കണ്ടത്. പക്ഷെ നല്ല രസമുള്ള സോങ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് പാടി നടക്കാറുണ്ട്, വെക്കാറുണ്ട് ഗൈസ്. ഇവർക്ക് അറിയാം, ഞാൻ അമ്മയ്ക്കൊക്കെ പാട്ട് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ചിന്നുവിന് പിന്നെ പാട്ടുകളോട് വെറുപ്പായതുകൊണ്ട് പിന്നെ ഞാൻ കേൾക്കുന്ന പാട്ടൊന്നും ചിന്നു ഇഷ്ടമല്ല. ഇങ്ങനെ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെയും കൂടെ അത് പാടി നടന്നുള്ളൂ. രണ്ടെണ്ണം ഉണ്ടോ? ഒരെണ്ണം പറഞ്ഞാൽ മതി. രണ്ടെണ്ണം ഉണ്ടോ? ഒരെണ്ണം പറഞ്ഞാൽ മതി. പഴയത് പുതിയതാണ്. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലേ ഗൈസ്. ആ സിനിമയുടെ പേര് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആരെ അഭിനയിച്ചെന്ന് പറയാം, അല്ലാതെ എനിക്ക് വേറെ ഒരാളെ അറിയില്ല. എന്നിട്ട് അല്ല, ആ സിനിമയിൽ അഭിനയിച്ചത് ഈ പെണ്ണ് വെച്ചിട്ട് അമ്മ ആ പെണ്ണ് അഭിനയിച്ച വേറൊരു സിനിമ വരെ അമ്മേനെ കൊണ്ട് ഗൂഗിളിൽ എടുപ്പിച്ചു. ഈ പാട്ടില് ആക്ച്വലി ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ പേര് ചോദിച്ചപ്പം അമ്മ ആ പെണ്ണിനെ കണ്ടിട്ട് ആ പെണ്ണ് അഭിനയിച്ച വേറൊരു സിനിമ വരെ എന്നെ കൊണ്ട് ഗൂഗിൾ എടുപ്പിച്ചാണ് അമ്മ. എൻ്റെ അമ്മയ്ക്കൊന്നും ഓർമ്മ. ഇവർക്ക് എത്ര മറവേൻ്റെ അസുഖം. ഞാൻ കേട്ടിട്ടില്ല പാട്ട്. 2 പാടും ഞാൻ ഇന്നലെ കൂടെ പാടി നടന്നാണ്. പാസ്സാണ്. ഉന്നെ കാണാതെ ആ ഒരു കമലാസ് അതും എന്നെ സുന്ദരനോ അതും ഉണ്ടായിരുന്നു. അത് മലയാളല്ലേ? രണ്ടും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞല്ലോ രണ്ടെണ്ണം ഉണ്ടെന്ന്. തമിഴ് അത്രയില്ലേ എന്താ ഗൈസ്. റീസെന്റ് കുറച്ച് ദിവസം മുമ്പ് ഇത് ഇന്നത്തെ സുന്ദരനോ അല്ല, ഉന്നെ കാണാൻ കുറഞ്ഞാളെ തുടങ്ങിയിട്ട്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A thing അല്ല, ഒരു ഹോബി that I can do at any time. ചിന്നു സ്ലീപ്പിംഗ്. കറക്റ്റ് ആണ് ഗൈസ്. എനിക്ക് ഇപ്പൊ ബെഡ് കണ്ട് എനിക്ക് അപ്പോൾ ഉറക്കം വരും.
A food that I love to eat from outside. ചിന്നു മിക്സ്ഡ് ഫ്രൈഡ് റൈസ്. മിക്സ്ഡ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഇവരൊക്കെ ചൈനീസ്. ആക്ച്വലി അതെൻ്റെ ഒരു ഫേവറേറ്റ് അല്ല, പക്ഷെ എനിക്ക് ഈ ചൈനീസിന് ഈ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവരൊക്കെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ അതാണ് പറയുക, കാരണം എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമല്ല. ഓർത്ത് വെച്ചു ചിലപ്പോൾ അടുത്ത ദിവസം ഇപ്പം ആരാ പറഞ്ഞേ? ചിന്നു. ഞാനിങ്ങനെ വെറുതെ പറഞ്ഞിരിക്കുകയല്ല പറഞ്ഞേ. ഓക്കെ, വൺ ഓഫ് മൈ ഫേവറേറ്റ് നമ്പർ. ഈ നമ്പർ എൻ്റെ കൂടെ ഇപ്പം ഉണ്ടായിട്ട് ഇപ്പം ഏകദേശം ഒരു 2ാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ നമ്പർ ഉണ്ട്. എന്താ പറയുക, എനിക്ക് 2ാം ക്ലാസ് അല്ല 1ാം ക്ലാസ് മുതൽ കഴിഞ്ഞ വർഷം വരെ എൻ്റെ റോൾ നമ്പർ 8 ആണ്. എങ്ങനെയൊക്കെ പോയാലും 8 and 7. പക്ഷെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള നമ്പർ 8 ആണ്. ഓക്കെ, മൈ ഫേവറേറ്റ് കളർ. ആളും ആദ്യം റെഡ്. ഇത് എന്നൊക്കെ അറിയാവുന്ന ആൾക്കാണ് ഗൈസ്. Okay, if I could change my name, I will put this name. Like എനിക്ക് ഈ നെയിം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ആൻസർ ആയിട്ടുള്ള നെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് എന്റെ പേര് മാറ്റാനായിട്ടൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഈ പേര് ചിന്നു. ഞാൻ സ്കൂളിൽ ഇങ്ങനെ വെറുതെ പറഞ്ഞു നടക്കാറുണ്ട് നന്ദി നന്ദി, പക്ഷെ ഞാൻ വീട്ടിൽ പറഞ്ഞ ഓർമ്മ എനിക്കില്ല. അത് ഇങ്ങനെ കണ്ടുപിടിച്ച് നന്ദിനി. എനിക്ക് പേര് ഭയങ്കര ഇഷ്ടമാണ്. അതും എനിക്ക് ഇഷ്ടമുള്ള പേരാണ്. എനിക്ക് ആ പേര് ഭയങ്കര ഇഷ്ടമാണ്, കാരണം എനിക്ക് മാതൃകൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ നന്ദിനി എന്നുള്ള പേര് പണ്ടൊരു സീരിയലൊക്കെ ഉണ്ടായിരുന്നു, PS2 ഐശ്വര്യയുടെ പേര് നന്ദിനി എന്നാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. മാധുരിക്കും പോയിന്റ് അമ്മ പറഞ്ഞില്ലല്ലോ, അതല്ലേ ആദ്യം പറഞ്ഞത്. ഓക്കെ, എസ്തെറ്റിക് ഓർ കളർഫുൾ? ചിന്നു എസ്തെറ്റിക്. പേര് വിളിക്കാൻ മറന്നു, കൈ പൊക്കിയാൽ മതി. ചിന്നാണല്ലേ സീരിയൽ എന്ന് തോന്നുന്നു. മൈ ഫേവറേറ്റ് പെറ്റ്? ചിന്നു. മാളു. ഡോഗ്. ഡോഗിൽ ഏത്? നമ്മുടെ പ്രതീക്ഷകളുടെ വീട്ടിലുള്ളത്. ചിന്നു പഗ്. രണ്ട് ക്വസ്റ്റ്യൻ വെച്ചല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമ്മയ്ക്കും ഇത് കൊള്ളൂല. ഇപ്പൊ അങ്ങനെയായ ആദ്യത്തെ ക്വസ്റ്റ്യൻ അമ്മയ്ക്കായിരുന്നു, സെക്കൻഡ് ക്വസ്റ്റ്യൻ. Next question. My favorite genre of movies? ചിന്നു ഹിന്ദി. ഒരു ലാംഗ്വേജ് ഇല്ല. ക്രൈം ത്രില്ലേഴ്സ് ആണോ, ഹൊറർ ആണോ? സാഡ്. അതൊരു കറക്റ്റ് ആൻസർ ആണ്. സാഡ് മൂവീസ് ആണോ നിനക്ക് ഇഷ്ടം? കുറച്ച് ക്ലാസിക്. ക്ലാസിക് ഓക്കെ, സാഡ് മൂവീസ് ഒന്നും നീ കാണാൻ. പക്ഷെ അതിൽ ക്ലാസിക്കലൊക്കെ മിക്കവാറും ഞാൻ കാണുന്ന സാഡ് മൂവീസ്. അപ്പൊ എനിക്ക് മാർക്ക് കിട്ടും. ഒരു ഹാഫ് മാർക്ക് തരാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹൊററിനോടും ത്രില്ലർ മൂവീസിനോടും തീരെ അല്ല, എനിക്ക് ഇഷ്ടമില്ല. സത്യം എനിക്ക് ഇഷ്ടമില്ല. ഞാൻ പിന്നെ കാണുന്ന ക്ലാസിക് മൂവീസും കോമഡി മൂവീസൊക്കെയാണ് ഞാൻ കാണാറ്. കോമഡിയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, പക്ഷെ ക്ലാസിക്കും കറക്റ്റ് ആൻസർ ആണ്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് ക്ലാസിക്കാ. ഓക്കെ, അമ്മയൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഇനി ഒരു ഇതിൽപ്പോ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഞാൻ തന്നെ ക്വസ്റ്റ്യൻസ് ഇടാൻ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് തീർന്നല്ലേ. ഞാൻ 24 ക്വസ്റ്റ്യൻ ഞാൻ വെച്ച് കുറേ ഉണ്ടാവുന്ന വിചാരിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സീരിയൽ കാണാറില്ല, പക്ഷെ എന്നാലും ഞാൻ സീരിയൽ കാണുകയാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് സീരിയലാണ് കാണാൻ? റിലീജിയസ്, മാളികപ്പുറം പോലത്തെ. റിലീജിയസ് ഒരു വേർഡാണ്, പക്ഷെ അതിന്റെ കൃത്യം വേർഡ് അതല്ല. ഡിവോഷണൽ. ഡിവോഷണൽ അങ്ങനെ പറയാം. ഇമോഷണൽ. അമ്മയുടെ കറക്റ്റ് ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫാന്റസി സീരിയൽസില് പിന്നെ ഭയങ്കര മൂവീസിൽ ഞാൻ അതാണ് മനസ്സിലാച്ച ഫാന്റസി മൂവീസ്. എന്താ പറയാ, ഈ ഫുൾ മാജിക് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കില്ല, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ അമ്മയ്ക്ക് ഇതിന് 1 മാർക്ക് ഉണ്ട്. എനിക്ക് തോന്നി അമ്മ അതാ പറയാൻ പോകണം, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്,
ഞാൻ റീസെന്റ് കണ്ടൊരു മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏതാണ് അത്? ഒരു മൂവി അല്ല, ഒരു 10-20 മൂവി ഒരുമിച്ചാണ്. ഹാരി പോട്ടർ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാരി പോട്ടർ പഴയ സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് ഇതുവരെയായിട്ട് ഹാരി പോട്ടർ കാണാനൊരു എന്താ പറയുക ഒരു ത്വര ഉണ്ടായില്ല. ഈ ഇടയ്ക്ക് മറ്റേ ഇവിടെ പോയിരുന്നു മൂന്നാറോ മറ്റേ കുട്ടിക്കാനത്ത് പോയപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് ചന്ദന ചേച്ചി എനിക്ക് ഹാരി പോട്ടറിന്റെ കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഹാരി പോട്ടർ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാ എപ്പിസോഡ്സും ഗൈസ് അതിനിടയിൽ കൂടെ എന്താ പറയാ ഫോണൊന്ന് വീഡിയോ കട്ടായിപ്പോയി. ഞാൻ വീണ്ടും പോയിട്ട് ഓൺ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ ലീഡിങ് എനിക്ക് തോന്നുന്നു ചിന്നു ആരോ അമ്മയോ എന്തോണ് ലീഡിങ് ചിന്നു അല്ലെങ്കിൽ അമ്മയാണ് ലീഡിങ്. ഏതെങ്കിലും ഒരാളാണ്. അപ്പൊ ഗൈസ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് ഈ സാധനം വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ വാങ്ങാൻ ഉപയോഗിക്കത്തില്ല, വാങ്ങാറില്ല. വാങ്ങാൻ സമ്മതിക്കാറില്ല. സോഫ്റ്റ് ടോയ്സ് ആണ്. രണ്ട് ആൻസർ ഉണ്ട്. യൂണിക്കോൺ. അല്ല, രണ്ട് ആൻസർ ഉണ്ട്. സോഫ്റ്റ് ടോയ്സ് ഒരു ആൻസർ ആണ്. ഇങ്ങനെ എന്തായാലും മാർക്ക് കിട്ടി. നമുക്ക് രസമുണ്ട്. കീ ചെയിൻസ്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, മിനിസോയിൽ കിട്ടുന്ന സാധനങ്ങൾ. മിനിസോയിൽ കിട്ടുന്ന സാധനങ്ങൾ ഞാൻ തന്നെയാണ് വേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കത്തിയാണ്. അപ്പം ഞാൻ വാങ്ങാറില്ല. ആക്ച്വലി സെക്കൻഡ് ആൻസർ എന്ന് പറയുന്നത് എന്നെ ആക്കിയതാണ് ഗൈസ്. ഇല്ല, ഞാൻ വാങ്ങാറില്ല ഗൈസ് മിനിസോന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഞങ്ങൾക്ക് വാങ്ങാറേ ഇല്ല, വാങ്ങിച്ചു തരാറില്ല, ഞാൻ ഉപയോഗിക്കാറില്ല, എന്നിട്ട് വാങ്ങിച്ചു തരാറില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിടും. ഞാൻ വീഡിയോ ഇടാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എനിക്ക് മാർക്കിട്ടില്ല. മാർക്കിടൂല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് ബാലവീറിലെ അറിയില്ലേ, പഴയ ഒരു കാർട്ടൂൺ ആണ് ഗൈസ്. അതിലെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ സൗന്ദര്യദേവത അല്ല, അത്ഭുതദേവത അല്ല, റാണിദേവത. പണ്ട് ഈ ബാലവീർ ഇറങ്ങുമ്പോൾ ഞാൻ 2-ലോ 3-ലോ ആണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ ലഞ്ച് ബ്രേക്കിന് എന്താ പറയുക ഫ്രീ കിട്ടുമ്പം ഞങ്ങൾ കുറേ പേര് സ്കൂളിൽ ബാലവീർ കാണും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ താഴെ വന്ന് താഴെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബാലവീർ കളിക്കും ഗൈസ്. അപ്പം ഇപ്പോഴും ഞാനാണ് റാണിദേവത. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരെ. എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരെ. ചിന്നാക്കി തൊഴിലിട്ട് കുറേ നേരമായി ഗൈസ്. ഓ, ഇതിൽ ക്വസ്റ്റ്യൻസ് ഇല്ല അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. ഡോക്ടർ ആവുക. നീ എന്താ ജനിച്ചു? എന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇപ്പൊ ആക്കൽ തന്നെ. ഓക്കെ, എന്റെ റൂമിൽ എനിക്ക് വെക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാധനം. എനിക്ക് അറിയില്ല. ഒരു മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഒരു മാർക്കാണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഹാഫ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എനിക്ക് എന്റെ റൂമിൽ ഇഷ്ടമില്ലാത്ത ഒരു സാധനങ്ങൾ എന്താണ്? ചിന്നു. എന്താ? ഷെൽഫ്. ഷെൽഫിൽ എന്ത്? ഇത്ര വലിയ ഷെൽഫ്. ഷെൽഫിലത്തെ മറ്റേ ഈ കളർ കറക്റ്റ് ആണ് ഗൈസ്. എനിക്ക് ഈ ഞാൻ കാണിച്ചു കേട്ടോ ഗൈസ്. എന്റെ ഷെൽഫിന് ഇത് പറഞ്ഞാൽ എനിക്ക് പ്ലെയിൻ ഷെൽഫ് അല്ലെങ്കിൽ വൈറ്റ് ഷെൽഫ് ആയിരുന്നു ആദ്യം. പക്ഷെ ഇവിടുത്തെ ഇന്റീരിയർ എല്ലാം ഈ കളറാണ്. എനിക്കത് ഇഷ്ടമില്ല. കാരണം എന്റെ റൂമിൽ എനിക്കത് ഇഷ്ടമല്ല. സത്യമല്ലേ പറയണത്? കുറ്റം പറയല്ല. ഓക്കെ ഗൈസ്, എനിക്ക് ഇഷ്ടമുള്ള ഒരു എന്താ പറയാ കോംബോ ആക്ടറാണ് ഷാറുഖ് ഖാൻ. കജോൾ. ഫുഡ് കോംബോ ആയിക്കൂടി. അതെ, കറക്റ്റ് ആണ്. ആക്ടർ എനിക്ക്
ഷാരൂഖ് ഖാന്റെയും കജോളിന്റെയും സിനിമാസ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അമ്മ തോറ്റെന്ന് പറഞ്ഞിട്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് സീരിയൽ. എന്ത് സീരിയലാ? ഞാൻ സീരിയൽ കാണാറില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഓർമ്മ ആക്ച്വലി മാളികപ്പുറം അത് സെക്കൻഡ് പ്രയോറിറ്റി ഉണ്ട്. പക്ഷെ മഹാഭാരതം അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. 2 ദിവസം 1.5 മാസം കൊണ്ട് മൊത്തം ഞാൻ കറക്റ്റ് ആൻസർ ആണ്. അവൾ ചിന്തിക്കാത്ത കറക്റ്റ് ആൻസർ. മാളികപ്പുറം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഉദ്ദേശിച്ചു ഉപ്പുമുളക്. അതെന്റെ തലയിൽ കൂടെ സീരിയലാണ് എന്നെ ഉപ്പുമുളക് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ മഹാഭാരതം വെരി കറക്റ്റ് ആൻസർ. എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ഇങ്ങനെ പഴയ കഥകളൊക്കെ പഴയ സിനിമകളും ഞാൻ കാണും. ഇങ്ങനെ പഴയ ഹിസ്റ്റോറിക്കൽ മൂവീസ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്വസ്റ്റ്യൻ ഇല്ലല്ലേ? അപ്പൊ ഇത്ര ഉള്ളൂ നമ്മളത് ഭയങ്കര അമ്മയ്ക്ക് 2-3 ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാം. എനിക്ക് റെഡ് അല്ലാതെ ഇഷ്ടമുള്ള ഒരു നല്ലൊരു കളർ ബ്ലാക്ക്. അയ്യോ, ഇവിടെ ഞാൻ വന്നിട്ട് ചിന്നുവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാനിപ്പോൾ ചിന്നുവിൻ്റെ അടുത്താണ് ഗൈസ് വന്നെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ റൂമിൽ എനിക്ക് കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു സ്ഥലം. ഏത് കോളേജ്? കാരണം എനിക്ക് ബോൾസ് ഇങ്ങനെ എംറ്റി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. നീ ഇവളൊന്നും പറഞ്ഞില്ല. ചിന്നനെ ഗെയിംസ് തൊട്ട് ഞാൻ ചിന്ന ഗെയിം ഇട്ടിട്ട് ഈ ചെസ് പണ്ട് നിങ്ങൾ ചെസ് കളിക്കുമ്പോഴേ ഞാൻ ചെക്ക് കളിക്കാൻ പോണതിന് മുമ്പ് എന്നെ ചിന്നു തന്നെ മന്ത്രിനെ കൊണ്ട് ഇങ്ങനെ തട്ടി തെറിപ്പിച്ചിട്ട് പോകും. അപ്പൊ സ്വയമായിട്ട് തട്ടുന്ന പറയും. അങ്ങനെ ചിന്നുവിനെ തോക്കണത് ഇഷ്ടമല്ല. അതാണ് ചിന്നു കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി കൗണ്ട് ചെയ്യാം. ചിന്നുവിന്റെ പോയിന്റ്സ് ആണ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 മാർക്സ് ആണ് ഗൈസ് ചിന്നുവിന് കിട്ടിയിട്ടുള്ളത് ടോട്ടൽ ഔട്ട് ഓഫ് 24. പിന്നെ ഒരു 30 ക്വസ്റ്റ്യൻ്റെ ഇടയിൽ ചിന്നുവിന് 18 മാർക്സ് കിട്ടി ഗൈസ്. 24 ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നെ ഉണ്ടാവും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 and a half. ഗൈസ് അമ്മയ്ക്ക് 15 and a half ആണ് ഗൈസ്. അപ്പൊ ജയിച്ചത് ചിന്നുവാണ്. ചിന്നുവിന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. കൺഗ്രാജുലേഷൻസ് അല്ലേ സുരേഷ്. വെൽ ഡൺ. ഈ ബുക്കിനുള്ളിൽ കുറെ സ്റ്റിക്കർ ഉണ്ട്. അപ്പൊ ഇന്നലെ മുതൽ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള സ്റ്റിക്കർ ഉണ്ട്. എനിക്ക് ഈ സ്റ്റിക്കേഴ്സ് മാറ്റി കൊടുക്കണം ഇഷ്ടമല്ല. തരില്ല. സോ ബൈ ഫ്രം ഫൺ വിത്ത് കുഞ്ഞു ആൻഡ് ചിന്നു. അപ്പൊ ഗൈസ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് പോലെ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ പുതിയ വീഡിയോസ് ചെയ്യുന്നതാണ്. സോ ബൈ ഫ്രം ഫൺ വിത്ത്